ഹായ്. അങ്ങനെ നമ്മൾ വീണ്ടും വേൾഡ് കപ്പ് വിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വേൾഡ് കപ്പ് നിലനിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കൊരു 3 2020 വേൾഡ് കപ്പാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. ഇന്ത്യക്ക് ഇപ്പോൾ ഒരു യൂഷ്വൽ തിങ് ആയിട്ട് മാറി. നമുക്ക് വേൾഡ് കപ്പ് കിട്ടുക എന്നുള്ളതൊരു പതിവ് ശൈലിയായിട്ട് മാറി. കാര്യം നമ്മുടെ അത്രത്തോളം ടാലൻറ്റ്സ് നിറഞ്ഞ ഒരു നിരയാണ് നമ്മളിപ്പോൾ എല്ലാ വേൾഡ് കപ്പിലും പ്രസൻറ്റ് ചെയ്യാറുള്ളത്. IPL ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. IPL നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നമ്മുടെ പ്ലെയേഴ്സിനെ എല്ലാം ഫിൽറ്റർ ചെയ്തെടുക്കണം അവിടെ നിന്നാണ്. അതായത് IPL ഒത്തിരി നന്ദി. ഇന്ത്യ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിൻ്റെ അത്രയും ജീവനിട്ട ഒരു മണ്ണ് തന്നെയാണ്, ഒരു മതം തന്നെയാണ് ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ കളിയിലേക്ക് വരുമ്പോൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്യാതറിങ് തന്നെയാണ് ഇന്ത്യക്ക് ബാറ്റിങ്ങിലുള്ളത്. ഭയങ്കര വ്യത്യസ്തമായ രീതിയിലുള്ള ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻസ്, ഹാർഡ് ഹിറ്റേഴ്സ്, ശിവൻ ദുബേനെ പോലെയുള്ള ഒരു കുറേ വജ്രായുധങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നത്. കുറേ കളിക്കാരെ നിറച്ചിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അത് പെർഫോം ചെയ്തില്ലെങ്കിൽ എല്ലാം വേസ്റ്റായി പോകും. അങ്ങനെയാണ് നമ്മൾ സൂപ്പർ 8 വരെ കണ്ടത്. അങ്ങനെയാണ് എന്താണ് നടക്കണമെന്ന് പോലും നമ്മളിങ്ങനെ അതിശയപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വലിയ കളിക്കാരുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല, ആരും കളിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ സൂപ്പർ 8 തുടങ്ങിയാണ് നമ്മുടെ ടീമിൻ്റെ മൊത്തം ലെവൽ മാറിയത്. അതിനുശേഷമാണ് നമ്മൾ വേൾഡ് കപ്പ് വിൻ ചെയ്യുമെന്നുള്ളൊരു തോന്നൽ തന്നെ എനിക്ക് വന്നത്. അങ്ങനെ തന്നെയായിരിക്കും പല ആൾക്കാർക്കൊന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ടീമിലുണ്ടായിട്ട് കാര്യമില്ല, കഴിവുള്ളവർ അവർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരേപോലെ കളിക്കുന്ന ഒത്തിരി പേരുണ്ടായിട്ടും കാര്യമില്ല. അതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ കറക്റ്റായിട്ട് വരുമ്പോഴേ ഉള്ളൂ നമുക്കൊരു ടീം വിജയത്തിലേക്ക് എത്തുള്ളൂ. നമുക്ക് 2011 വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, അത്രയും വലിയ ടീമുകളുണ്ട്. സച്ചിനും സെവാഗും കൂടി ഗംഭീര തുടക്കം കൊടുക്കുന്നുണ്ട്. ബട്ട് ഒരു ഫസ്റ്റ് ഡൗൺ സെക്കൻഡ് ഡൗൺ കഴിഞ്ഞ് ഗംഭീറിനും കോഹ്ലിയും ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനോ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്ത്യ തോറ്റെന്നല്ല, അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ടായിട്ടുള്ള കളിക്ക് സമനില വന്നു. ഇന്ത്യ 330 വരെ എടുത്ത കളി സമനില വന്നു. ശരിക്കും ആ സ്കോറൊക്കെ 350 360 പോകേണ്ട സ്കോറാണ്. യൂസഫ് പത്താനായിരുന്നു അവിടുത്തെ ഇന്ത്യക്കൊരു ബാധ്യത. കാര്യം യൂസഫ് പത്താൻ കളിക്കും, വിചാരിച്ച പോലെ ആ സ്കോർ ഫിനിഷ് ചെയ്യാനേ പറ്റുന്നില്ല. പുള്ളി ഇറങ്ങുന്ന പൊസിഷൻ അവിടെ വ്യത്യാസമാണ്. പുള്ളിക്ക് പറ്റുന്നില്ല, വരുമ്പോഴേ അടിക്കാൻ നോക്കുന്ന വിക്കറ്റ് പോകുന്ന മൊത്തം ടീം കൊളാപ്സ് ആവുന്നു. ധോണിക്കും അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ സെമി ഫൈനലിൽ യൂസഫ് പത്താനെ മാറ്റിയിട്ട് റെയ്നേനെ അവിടെ കൊണ്ടുവന്നു. അന്നാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു തോന്നൽ വന്നത്. ആ കോമ്പിനേഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പെട്ടുപോയേനെ. അപ്പോൾ അതാണ്, ടീം കുറേ പേരുണ്ടായിട്ട് കാര്യമില്ല. നോക്കുമ്പോൾ യൂസഫ് പത്താൻ്റെ ഹിറ്റിംഗ് ലെവലിൽ നിന്ന് റെയ്നക്കില്ല. ബട്ട് റെയ്നക്ക് ഉള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ആ ഒരു പാർട്ണർഷിപ്പ് ആവശ്യമുള്ള സമയത്ത് ബിൽഡ് ചെയ്യുക, ഫ്ലോയിൽ കളി കൊണ്ടുപോകുക എന്നുള്ളത്. അത് സെമി ഫൈനലിൽ സൂപ്പർ 8 ആണെന്ന് എനിക്ക് സംശയമുണ്ട്. സൂപ്പർ 8 തോന്നുന്നത്. അപ്പോൾ യുവരാജുമായിട്ട് റെയ്ന ആ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഇന്ത്യനെ വിജയത്തിലേക്ക് എത്തിച്ചത്. ആ സമയത്ത് യൂസഫ് പത്താനോട് നടക്കില്ല. യൂസഫ് പത്താനായിട്ട് കൊളാപ്സായി പോകും. കാര്യം പുള്ളിക്ക് ഒരു സ്ട്രൈക്ക് റൊട്ടേഷനുള്ള സ്കില്ല് അത്ര റെയ്നയുടെ അത്ര ഇല്ല. കളിക്ക് ഫ്ലോ ഇല്ല. പുള്ളി ഹിറ്ററാണ്, ബട്ട് ഫ്ലോ ഇല്ല. ഒരു മിഡിൽ ഓർഡർ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് കളിക്കാരനുമല്ല. റെയ്നയെ പോലത്തെ ഒരു ഫ്ലോയും അവിടെ ഇല്ല. അപ്പോൾ അന്ന് റെയ്നനെ കയറ്റിയ ഒരു ഡിസിഷൻ വളരെ ആപ്റ്റാണ്. അന്ന് ആ റെയ്നനെ എടുത്തില്ലെങ്കിൽ ഇന്ത്യ അന്നത്തെ കളിയും തോറ്റിനെ. അതിന് ശേഷമുള്ള കളിയും ചിലപ്പോൾ അതിന് ശേഷം പിന്നെ പോകില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ 2020 സൂപ്പർ 8 സഞ്ജു സാംസനെ ഇറക്കിയത്. അത് തുടങ്ങി ഇന്ത്യയുടെ ഗതി മാറി. ഇന്ത്യ ഈ വേൾഡ് കപ്പ് എടുത്തതിൽ മെയിൻ തീരുമാനങ്ങളിലൊന്ന് അന്നെടുത്ത സഞ്ജു സാംസനെ ഇൻക്ലൂഡ് ചെയ്യിച്ച ആ ഒരു ഡിസിഷൻ തന്നെയാണ്. അതുതന്നെയാണ് ബാക്കി 2 കളിക്കും ഇന്ത്യക്ക് മെയിൻറ്റെയിൻ ചെയ്തത്. ഇന്ത്യ ജയിക്കുമെന്നുള്ള ഒരു കറക്റ്റ് ചിന്ത നമുക്ക് വന്നത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ സഞ്ജു സാംസണിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് സഞ്ജു ഭയങ്കര വലിയ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. വെറും ഒരാഴ്ച കൊണ്ട് തൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം ലോകത്തിൽ തന്നെ നമ്പർ 1 ബാറ്റിംഗ് പെർഫോമൻസിലേക്ക് സഞ്ജുവിനെ മാറ്റിയിട്ടുണ്ട്. സഞ്ജുവിൻ്റെ തിരിച്ചറിവ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് പിടിച്ച് നിൽക്കുക, ഫോം ആകുന്നവരെ ആവശ്യമില്ലാത്ത ബോളുകളെ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത ബോളുകൾ വിട്ടുകളയെന്ന് പറയുമ്പോൾ സഞ്ജു ഇതുവരെ ആവശ്യമില്ലാത്ത ബോളുകളിൽ ബാറ്റ് വെച്ച് വിക്കറ്റ് കളയുമായിരുന്നു. അത് അടിക്കണോ വേണ്ടെന്നുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അടിക്കേണ്ട ബോളും അടിക്കേണ്ടാത്ത ബോളും പുള്ളിക്ക് വ്യക്തമായ ധാരണകളുണ്ട്. പണ്ട് എല്ലാ ബോളിലും കയറി ബാറ്റ് വയ്ക്കും, അത് അടിക്കണോ വേണ്ടതെന്ന് പോലും ഒരു ധാരണ ഇല്ലാണ്ടായിരുന്നു. ഇപ്പോൾ വ്യക്തമായിട്ട് ധാരണകളുണ്ട്. ഏത് ബോൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യണം, ഏത് ബോളിൽ ഡിഫെൻഡ് ചെയ്യണം, ഏത് ബോളിൽ ഡ്രൈവുകൾ ഓഫ് ടെമ്പ് കട്ട് ഷോട്ടുകൾ എടുക്കണം, ഏത് ബോളിൽ പുൾ ഷോട്ടുകൾ എടുക്കണം, ഏത് ബോളിൽ സ്ട്രൈറ്റ് ലോങ് ഓൺ ഷോട്ടുകൾ എടുക്കണം. വ്യക്തമായ ധാരണകളോടുകൂടിയാണ് സഞ്ജു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് മലയാളികൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് സഞ്ജു ഒന്ന് പെർഫോം ചെയ്യാൻ. ഇനി സഞ്ജുവിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട. സഞ്ജു സ്വന്തമായിട്ട് തൻ്റെ കാര്യങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് സഞ്ജുവിനെ മാറ്റണമെങ്കിൽ സഞ്ജു തന്നെ വിചാരിക്കണം. അപ്പോൾ ഇനി ഇന്ത്യയുടെ തന്നെ ഒരു കീ പ്ലെയറായിട്ട്, ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് സഞ്ജു മാറിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു എ ഗ്രേഡിൽ വരുന്നൊരു ബാറ്റ്സ്മാനായിട്ട് ഉടനെ മാറും. ഇപ്പോൾ തന്നെ വാർത്തകൾ വരുന്നത് സൂര്യകുമാർ ഈ വേൾഡ് കപ്പിന് ശേഷം ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്ന് തന്നെയാണ്. ഉറപ്പായിട്ട് ഒഴിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്, ഇതുവരെയായിട്ടും ഇല്ലാത്ത ഒരു ചിന്തകളാണ് ഇപ്പോൾ ടീം മാനേജ്മെൻറ്റിന് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. സഞ്ജുവിനെ ഉറപ്പായിട്ട് ക്യാപ്റ്റനാക്കും. പറയാനുള്ള കാര്യം, സഞ്ജു ഒരു ക്യാപ്റ്റന് വേണ്ട പെർഫെക്റ്റ് ഇന്നിങ്സാണ് ഈ കഴിഞ്ഞ 3 കളിയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ടീമിനെ കൊണ്ടുപോകാൻ അത് മാത്രം മതി. ഒരു ടീമിനെ ഷോൾഡർ ചെയ്യാൻ ഒരാളുടെ സഹായം വേണ്ട. സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, ഒരു ഇന്നിങ്സ് ബിൽഡപ്പ് ചെയ്ത് പോകാൻ
വെറുതെ വിക്കറ്റ് കളയാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഉറപ്പായിട്ട് അയാളെ ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റനാക്കും. അങ്ങനെയാണ് ഇതുവരെയായിട്ട് വന്ന കാര്യങ്ങൾ. അതിൽ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നു സൂര്യകുമാറിൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷേ സൂര്യകുമാർ ക്യാപ്റ്റനായതിന് ശേഷം നല്ല രീതിയിൽ ആ ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം ശരിക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജു ആണ് ഇനി അടുത്ത ക്യാപ്റ്റൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ കാര്യം. അടുത്ത സഞ്ജു 2020 മാത്രമല്ല, ഉറപ്പായിട്ട് സഞ്ജുവിന് ഈ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ വൺ ഡേയിൽ ഉറപ്പായിട്ട് എടുക്കും. വൺ ഡേയിൽ എടുക്കേണ്ട പെർഫോമൻസ് നിലവിൽ കയ്യിലുണ്ട്. അപ്പോൾ വൺ ഡേയിലും ചാൻസുകളുണ്ട്. വൺ ഡേയിൽ ഉറപ്പായിട്ട് സഞ്ജുവിന് എടുക്കുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അടുത്ത വൺ ഡേ വേൾഡ് കപ്പിൽ സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ മെയിൻ ഭാഗമായിട്ടുണ്ടാവും, ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ കളിയിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ടീമിന് വലിയ ഒരു ബാറ്റിംഗ് ബോംബുകളാണ് കയ്യിലുള്ളത്. ഭയങ്കര ബ്ലാസ്റ്റായിട്ട് ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ഇതുവരെയായിട്ട് നടന്നില്ല. ബട്ട് കഴിഞ്ഞ 2-3 കളികളായിട്ട് ഇന്ത്യക്ക് നടന്നു എന്ന് തന്നെ പറയാം. ഇന്ന് ശരിക്കും ഇന്നത്തെ സ്കോർ ഇന്ന് ഇത്ര ദിവസം നമ്മളെ ടോപ്പ് ഓർഡേഴ്സ്, നമ്മൾ പേരിട്ട ടോപ്പ് ഓർഡേഴ്സ് അങ്ങനെ കളിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് അഭിഷേക് ശർമ്മ 21 ബോളെ 50, 18 ബോളെ 50, സഞ്ജു അതേപോലെ 89. ആദ്യം കയറിയ 3 പേര് 50ആണ്. ഇഷാൻ കിഷൻ സൂപ്പറുമായിരുന്നു, 50 അടിച്ചു. അപ്പോൾ ശരിക്കും അത്രയും വലിയ സ്കോർ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ മിനിമം 270 എടുക്കേണ്ട സ്കോറാണ് 250 ഒതുങ്ങിപ്പോയത്. അപ്പോൾ അത്രയും വലിയൊരു ബാറ്റിംഗ് എന്ന് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ഇന്ത്യ അത്രയും വലിയ സ്കോർ പ്രതീക്ഷിച്ചു. പക്ഷേ നടന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ സഞ്ജു, ഞാനൊരു നമ്മുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ട്, അത് നിങ്ങളെല്ലാവരും വായിച്ചാൽ മനസ്സിലാവും. ടീം അംഗങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളാണ് അഭിഷേക് ശർമ്മയ്ക്കും കിഷനും സഞ്ജു കാണിച്ചു കൊടുത്തത്. സഞ്ജു കാണിച്ചു കൊടുത്ത ഒറ്റ കാര്യമുള്ളൂ. ഈ കിഷനും അഭിഷേക് ശർമ്മയുടെ റേഞ്ച് നമുക്കറിയാമല്ലോ. അവർ നിന്ന് കഴിഞ്ഞാൽ അടിക്കും, ഏത് ബോളേഴ്സിനെ നിസ്സാരമായിട്ട് തൂക്കാനറിയാം. പക്ഷേ അവരുടെ വിഷയം കൺസിസ്റ്റൻസി ഇല്ല, ക്ഷമയില്ല. സഞ്ജു കഴിഞ്ഞ ഇന്നിങ്സുകളിലൂടെ കാണിച്ചു കൊടുത്ത ഒറ്റ കാര്യമുള്ളൂ, ക്ഷമയോടെ എങ്ങനെ നിൽക്കാം, ആവശ്യമുള്ള ബോളുകൾ ഏതാണ്, ആവശ്യമില്ലാത്ത ബോളുകൾ ഏതാണ്, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം സ്കോർ ചെയ്യാം, എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ. കിഷൻ കുറച്ചുകൂടി നേരത്തെ ഇത് ഒബ്സർവ് ചെയ്തു. അതിൻ്റെ മാറ്റങ്ങൾ കഴിഞ്ഞ ഇന്നിങ്സ് തുടങ്ങി കിഷന് കാണാനുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അഭിഷേക് ശർമ്മ ഇന്നാണ് അത് ശരിക്കും മനസ്സിലാക്കി ചെയ്തെന്ന് തോന്നുന്നത്. അഭിഷേക് ശർമ്മയ്ക്ക് ഒരു ദിവസം ഒരു ഇന്നിങ്സ് കൂടി വേണ്ടി വന്നു അത് പഠിക്കാനായിട്ട്. ഇന്ന് അഭിഷേക് ശർമ്മ വളരെ കാമായിട്ട് ആദ്യത്തെയുള്ള അറ്റാക്കിംഗ് ഒക്കെ പുള്ളി ഒഴിവാക്കി ആവശ്യമുള്ള സമയത്ത് അടിക്കുക, മര്യാദക്ക് ഷോട്ടുകൾ എടുക്കുക. സഞ്ജുവിനെ കണ്ടു തന്നെ പഠിച്ചതാണെന്നാണ് എൻ്റെ ഉറപ്പായിട്ടുള്ള വിശ്വാസം. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ പോയി. പിന്നെ സൂര്യകുമാർ വളരെ നല്ല ക്യാപ്റ്റനായിരുന്നു. കാര്യം എന്ന് പറയാൻ, ഇത്രയും സ്വീകാര്യനായ ക്യാപ്റ്റൻ വളരെ അപൂർവങ്ങളാണ്. അത് പുള്ളി ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം അങ്ങനെ ആയതാണെന്ന് അറിയില്ല. എല്ലാ ആൾക്കാരെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാ ആൾക്കാർക്കും വേണ്ടത് എന്താണ് ചെയ്തു കൊടുക്കുക, ഒരു ഈഗോ ക്ലാഷോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പോകുക, അതൊരു ക്യാപ്റ്റന് വേണ്ട ഹൈ ക്വാളിറ്റിയാണ്. സൂര്യകുമാർ ത്രൂ ഔട്ട് അത് കാണിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. സൂര്യകുമാർ എന്നൊരാൾ ക്യാപ്റ്റൻസിയിലുള്ളത് ആർക്കും ഒരു അസൂയപ്പെടേണ്ട കാര്യങ്ങളില്ല. അങ്ങനത്തെ ഒരു ബിഹേവിയർ പാറ്റേൺ പുള്ളി കൊണ്ടുവന്നു, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ശിവം ദുബെ കൺസിസ്റ്റൻ്റ് പ്ലെയറാണ്. ഇതുവരെ പുള്ളി എല്ലാ കളിക്കും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പ്ലെയർ ആയിരുന്നു. ഈ ടൂർണമെൻറ്റിൽ എടുത്തു വരേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ശരിക്കും സഞ്ജുവിന് മാനസമാച്ച് കിട്ടുമെന്നൊരു ഇതുണ്ടായിരുന്നു, ബട്ട് കിട്ടിയില്ല. ബുംറയ്ക്ക് കിട്ടിയാൽ നല്ല കാര്യമാണ്. കാര്യം ബുംറ ഇത്ര ത്രൂ ഔട്ട് നല്ല പെർഫോമൻസ് ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും മാനസമാച്ച് എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടില്ല. കാര്യം 4 ഓവർ എറിയുന്നുള്ളൂ, അതിനുള്ളിൽ വലിയൊരു ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കണം, വിക്കറ്റുകൾ എടുക്കണം. അതിൻ്റെ ഒപ്പം ബാറ്റിംഗ് സ്കോർ ചെയ്തവരുമായിട്ട് കമ്പാരിസൺ വരും. അപ്പോൾ അങ്ങനെ തന്നെ മാനസമാച്ച് എന്ന് തട്ടിത്തടിച്ചൊക്കെ പോയതാണ്. ഇന്ന് ബുംറയ്ക്ക് മാനസമാച്ച് കിട്ടിയുന്നത് അർഹിച്ചത് തന്നെയാണ്. 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ ഔട്ട് നല്ല തന്നെയായിരുന്നു. ആത്മാർത്ഥമായിട്ട് അവരവരുടെ ജോലികൾ ചെയ്തിട്ടുണ്ട്. അക്ഷർ പട്ടേലിൻ്റെ ബോളിംഗ് വളരെ മികവായിരുന്നു. പുള്ളിയുടെ ഫീൽഡിംഗ് അടിപൊളിയായിരുന്നു. കിഷൻ ഇന്ന് നല്ല 2-3 ക്യാച്ചൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിരുന്നു. ഇന്ത്യയുടെ ഫീൽഡിംഗ് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇതിന് ശേഷമൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഫീൽഡിങ്ങൊക്കെ മാറ്റങ്ങൾ ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്നത്തെ സ്റ്റേഡിയം എന്ന് പറയുന്നത് 1,10,000 പേരെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയമായിരുന്നു. ആ ഗാലറി ഫുള്ള് നിറഞ്ഞാണ് വെച്ചത്. ഇത്രയും ആരവം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയം എവിടെയാണ്? അഹമ്മദാബാദാണ് തോന്നുന്നല്ലേ നമ്മുടെ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ 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 സന്തോഷകരമായി ഇന്ത്യൻ ആരാധകർ എപ്പോഴും ഇന്ത്യൻ ടീം ജയിക്കുന്ന കളികൾ, അത് ഇതേപോലെ ICC ടൂർണമെൻറ്റിൽ കളിച്ച് ജയിക്കുമ്പോൾ നമുക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്കത് പണ്ട് തുടങ്ങിയുള്ള ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ ഇന്ത്യ സ്ഥിരമായിട്ട് ജയിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളില്ല. പക്ഷേ പണ്ട് അങ്ങനെ ഭയങ്കര വളരെ അപൂർവങ്ങളായിട്ട് നമ്മൾ കപ്പൊക്കെ ജയിക്കുള്ളായിരുന്നു. അപ്പോൾ അത് തോക്കുന്ന ദിവസമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇന്ത്യൻ ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ഒത്തിരി വളർന്നു. ഒത്തിരി സന്തോഷം. പിന്നെ ഇപ്പോൾ 4 ICC ട്രോഫികളുടെ ഭാഗമാണ് ഹാർദിക് പാണ്ഡ്യ. 2 ചാമ്പ്യൻസ് ട്രോഫി എടുത്തിട്ടുണ്ട്, 2 T20 വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നു കോഹ്ലി ഇതേപോലെ 2 വേൾഡ് കപ്പിൻ്റെ ഭാഗമാണ്. 1 ഡേ വേൾഡ് കപ്പും T20 വേൾഡ് കപ്പും. അതേപോലെ 2 ചാമ്പ്യൻസ് ട്രോഫീൻ്റെ ഭാഗമാണ് കോഹ്ലി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടിയാണ് മത്സരം. ഇനിയിപ്പോൾ അടുത്ത 1 ഡേ വേൾഡ് കപ്പ് വരുമ്പോൾ നല്ല ഹാർദിക്കും ഉണ്ടാവും, കോഹ്ലി ഉണ്ടാവും. അപ്പോൾ അതൊരു സംഭവം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവരാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ICC ട്രോഫിയുടെ ഭാഗമായിട്ടിരിക്കുന്നത്. ഹാർദിക് എല്ലാ ICC ഇവൻറ്റിലും ഇന്ത്യ കഴിയുമ്പോൾ ഇന്ത്യ ജയിക്കണതിലും മെയിൻ പാർട്ട് തന്നെയാണ് കേട്ടോ പുള്ളി. അപ്പോൾ കൊടിയൊക്കെ പിടിച്ച് പോകുന്നത് പുള്ളിക്കൊരു ലഹരിയായിട്ട് മാറിയിരിക്കുകയാണ്. പുള്ളി ഒരു ബ്രാൻഡാണ്. പുള്ളി അത് കളി തുടങ്ങുന്നതിന് മുന്നേ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ വെച്ച് സൂപ്പറാണ് പുള്ളിയുടെ കാര്യം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു ആഘോഷം തന്നെയാണ്. ഒരു മലയാളി താരം ഇന്ത്യയുടെ
ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ വലിയൊരു ക്രിക്കറ്റിൻ്റെ ഒരു ലോകത്തിലെ തന്നെ വലിയൊരു ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ട് അത് ഫൈനൽ പോലുള്ള കളികളിൽ അല്ലെങ്കിൽ സെമി ഫൈനൽ പോലുള്ള കളികൾ വളരെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനായിട്ടും കൂടി മാറുക എന്ന് പറയുന്നത് മലയാളികൾക്ക് എത്രയോ വിദൂരത്തുണ്ടായിരുന്ന സ്വപ്നങ്ങളാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒത്തിരി താങ്ക്സ് സഞ്ജു സാംസനെ പോലുള്ള ആൾ. ഇനി സഞ്ജു സാംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം അറിയാം കേരളീയനാണ്, മലയാളിയാണെന്നുള്ളതൊക്കെ. അത് ഇത്ര നാളില്ലാത്തൊരു പ്രിവിലേജ് കൂടി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ ഒത്തിരി വിമർശിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു. അത് സഞ്ജുവിൻ്റെ ആ ഒരു ഓഫ് ടെമ്പിലേക്കുള്ള ഒരു പ്രശ്നം മാത്രമാണ്. പക്ഷേ ആ ഓഫ് ടെമ്പൊക്കെ ഇപ്പോൾ പുള്ളി വളരെ ക്ലിയർ ആയിട്ട് ഓഫ് ടെമ്പ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടെന്നും അത് മനസ്സറിഞ്ഞ് അവിടെ കളിക്കുകയും ചെയ്യണമെന്നുള്ളത് പുള്ളിയുടെ ഷോട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ആ ഓഫ് ടെമ്പ് ഷോട്ടുകളും കൂടി എടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിയുടെ വിക്കറ്റ് പെട്ടെന്ന് പോകാത്തത്. പുള്ളി ഓഫ് ടെമ്പിലേക്കുള്ള കളി മനസ്സറിഞ്ഞതിനെ കളിക്കാനൊക്കെ തുടങ്ങി. വെറുതെ ലീവ് ചെയ്യുന്ന ബോളല്ല, ലെഗ് സ്റ്റെമ്പ് മാത്രം അല്ല എന്നുള്ളതൊക്കെ പുള്ളി മനസ്സിലായെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ ഒത്തിരി സന്തോഷം ഇന്ത്യൻ ടീം ജയിച്ചതിൽ. സൂപ്പർ അടിപൊളി.